വന്നിരിക്കുന്ന ഒരുത്തൻ എന്നെ പാഠം പഠിപ്പിക്കാനായിട്ട്. വെള്ളത്തിലിറങ്ങുമ്പോൾ മുതലയോട് ശത്രുത പാടില്ല. ആ വാക്കിന്റെ അർത്ഥം നിനക്കിപ്പോൾ മനസ്സിലായോ? സാരമില്ല, ഇതിൽ കൂടുതൽ നമ്മൾ തമ്മിൽ ഡ്രാമയില്ല. ബൈ ബൈ കിക്കോ. സ്ലൈഡും സ്പീഡും വെച്ചുകൊണ്ട് ഞാൻ പല അഭ്യാസങ്ങൾ കാണിക്കും. അതുകൊണ്ടാണ് ഞാൻ ഷാഡോ ഗോസ്റ്റായി മാറിയത്. ഈ കീക്കോ ദിവസം പോകുന്തോറും വലിയ ഹീറോ ആയി മാറിക്കൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഐഡിയ ചെയ്തേ പറ്റൂ. അതെ ടോണി ബോസ്, നമുക്കൊരു നല്ല സമ്മാനം കീക്കോയ്ക്ക് കൊടുത്തേക്കാം. ടോണി, നിനക്ക് ഹീറോ ആകാൻ ആഗ്രഹമുണ്ടല്ലേ? വാ, അകത്തേക്ക് വാ. പേടിക്കണ്ട ടോണി, ഞാൻ നിന്റെ കൂട്ടുകാരനാണ് വിളിക്കുന്നത്. എന്റെ കൈവശം അത്തരമൊരു പ്രസന്റ് ഉണ്ട്. അതിന്റെ സഹായത്തോടെ നിന്റെ പഞ്ച് വളരെ സൂപ്പർ സ്ട്രോങ് ആയി മാറുന്നതായിരിക്കും. വലിയ വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഹീറോയെ പോലെ അതേക്ക് ഓടിപ്പോയല്ലോ. പോയ വേഗത്തിൽ തിരിച്ചുകൊണ്ട് ഓടി വരികയും ചെയ്തല്ലോ. എന്ത് പറ്റി? അയ്യോ പിശാച്! കണ്ടോ, ഞാൻ എന്തുമാത്രം പോപ്പുലർ ആണെന്ന് കണ്ടില്ലേ? എല്ലാവരും എന്നെ കണ്ട് ഹായ് ഹായ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൊള്ളാം, കലക്കി. അയ്യോ, അവര് ഹായ് പറയല്ല, ഹായ് ഹായ് എന്നാ ഒച്ചുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും പേർ ഒന്നിച്ചു ചേർന്ന് എന്താണ് ചെയ്യുന്നത്? എല്ലാവരും സമരം ചെയ്യുകയാണോ? കാണുമ്പോ തന്നെ പേടിയാവുന്നല്ലോ. ഞാനിവിടെ ഉള്ളത് വരെ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. ഇത് സാധാരണ പ്രശ്നമല്ല. ഇവനൊരു അതിഭയങ്കര കള്ളനാണ്. അവൻ ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ വലിയ കാര്യങ്ങൾ വരെ അടിച്ചു മാറ്റിക്കൊണ്ടു പോകുന്ന ഒരു കറുത്ത നിര ഭൂതമാണ്. കറുത്ത നിറത്തിലുള്ള പ്രേതമോ? ഒരു പക്ഷെ കറുത്ത നിറത്തിലുള്ള പ്രേതം വന്നാൽ എന്ത് സംഭവിക്കും? ഞാൻ ഇതുവരെ ഇതുപോലുള്ള ഒരുപാട് പ്രേതഭൂതങ്ങളെ കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നേരത്തെ ചെന്ന് ആ കറുത്ത നിറത്തിലുള്ള ഭൂതത്തിനെ പിടിക്കാൻ പാടില്ലായിരുന്നു. ആര്, ഞാനോ? അതെ അതെ, തീർച്ചയായും തീർച്ചയായും. നിങ്ങൾ പറഞ്ഞ ആ ഭൂതത്തിനെ പിടിച്ച് ശരിക്കും ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കും ഞാൻ. ഞാനും ടെമ്പോ അണ്ണായും ചേർന്ന് അന്തേരി സ്ട്രീറ്റിൽ നിങ്ങൾ പറഞ്ഞ ആ കറുത്ത നിറത്തിലുള്ള ഭൂതമുണ്ടല്ലോ, അതിനെ പിടിച്ചു കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവരും. രക്ഷിക്കണേ. അയ്യോ, ഈ നേരുണ്ടല്ലോ എന്നെ വെച്ചൊരു ഗെയിം കളിക്കാൻ തുടങ്ങിയിരിക്ക. മേയർ ടെമ്പോ അങ്കിൾ, എന്റെ R7 വാച്ച് ബ്ലിങ്ക് ആവുന്നുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ എന്താ പ്രശ്നം? എപ്പോഴും ധൈര്യമായിരിക്കണം. ധൈര്യമുള്ളവർ ദുഃഖിക്കേണ്ട കാര്യമില്ല. ധൈര്യമായിരിക്കൂ. സാറേ, എന്തൊരു പോയിന്റാ പറഞ്ഞത്? ഞാൻ നോട്ട് പാഡിൽ നോട്ട് ചെയ്തേക്കാം സാർ. ജൂനിയർ അങ്കിൾ, ആദ്യം അതിനുള്ള മീനിംഗ് ഒന്ന് പറയേ. സാർ ഇപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം നമ്മുടെ മേയറും ആ ടെമ്പോ അണ്ണനും ആ കറുത്ത നിര ഭൂതത്തെ പിടിക്കാനായിട്ട് അന്തേരി സ്ട്രീറ്റിനകത്ത് പോവാനിരിക്കുക. അന്തേരി സ്ട്രീറ്റിലേക്കോ? അതിപ്പോ ഒറ്റവാക്കിൽ പറയണമെങ്കിൽ അതിനൊക്കെ ഭയങ്കര ധൈര്യം വേണം. ഷെടാ, എന്റെ ദൈവമേ, ആ കറുത്ത നിറത്തിലുള്ള ഭൂതം വളരെ ഡേഞ്ചറസ് ആണെന്ന് തോന്നുന്നല്ലോ. ഞാനൊരല്പം കഴിച്ചോട്ടെ. ഞാനും നിങ്ങളോടൊപ്പം വരാം. അയ്യോ, അതേതായാലും നല്ല കാര്യമാ.
മമ്മി രക്ഷിക്കണേ. അയ്യോ, അത് വെറും ഒരു സാധാരണ വവ്വാലാണോ? എനിക്ക് തോന്നുന്നു ഈ ബോൾ കറുപ്പ് നിറ ഭൂതം കൊണ്ടുവന്ന് വെച്ചതായിരിക്കും. കീക്കോ! വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡ് കാർ. സൂപ്പർ സ്പീഡോ, എത്രയും വേഗം ആ ഭൂതത്തിനെ ഫോളോ ചെയ്യണം. ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 105. ഓക്കെ കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 105. അയ്യോ, ഇപ്പൊ ശരിക്കൊരു പാഠം ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാടാ. അയ്യോ, ചേടാ, അവൻ എന്റെ മുണ്ടിന്റെ കൂടെ ചേർത്ത് എന്റെ സ്പാനർ മേടിച്ചോണ്ട് പോയിരിക്ക. സൂപ്പർ സ്പീഡോ, സൂപ്പർ സ്പീഡോ. ഷെടാ, എന്താ പറ്റിയത്? നിനക്ക് ഭൂതത്തിനെ പിടിക്കാൻ പറ്റിയില്ലേ? R7 കൈവിട്ട് പോയിന്നോ? കീക്കോ, അപ്പൊ ഷാഡോ ഗോസ്റ്റ് അത്? ഷെടാ, എന്റെ ദൈവമേ, ഇനി നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ രക്ഷിക്കാനായില്ല. ഞാൻ തോറ്റുപോയി. ഈ ഓയിലിന്റെ കറ നിന്റെ മേലെ എങ്ങനെയാ കൊണ്ടത് കീക്കോ? ഞാൻ ആ ഷാഡോ ഗോസ്റ്റുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോ അവന്റെ ഡ്രസ്സിൽ നിന്ന് ഈ ഓയിൽ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു, ഒരു ഫൗണ്ടൈൻ പോലെ. ഇത്തരം ഒരു സൂട്ടിന്റെ മിസ്സിംഗ് റിപ്പോർട്ട് ഡോക്ടർ ആവിഷ്കാറിന്റെ ലാബിൽ നിന്നും വന്നതായിരുന്നു. അതായത് ഈ ഓയിൽ സൂട്ടിനെ കുറിച്ച് ഡോക്ടർ ആവിഷ്കാർ അങ്കിളിനെ പറയാൻ പറ്റൂ. ഇപ്പൊ തന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഡോക്ടർ ആവിഷ്കാർ സെൻ, സൺസിറ്റിയിൽ ഒരു വില്ലൻ ഷാഡോ ഗോസ്റ്റായി കൊള്ളയടിച്ചോണ്ടിരിക്കുക. ഇൻഫാക്ട് അവൻ എന്റെ R7 കൊള്ളയടിച്ചു. എന്റെ ഈശ്വര, നീ പറയുന്നത് കേൾക്കുമ്പോ തന്നെ എന്റെ മനസ്സിന് വേദന ഉണ്ടാകുന്നു. ഡോക്ടർ, ആ ഷാഡോ ഗോസ്റ്റ് ഒരു സ്പെഷ്യൽ ഓയിൽ സൂട്ടുമിട്ടാണ് ഓടുന്നത്. ഡോക്ടറിന് ആ സൂട്ടിനെ കുറിച്ച് അറിയോ? അത് കൊള്ളാം. അതുപോലൊരു സൂട്ടിനെ കുറിച്ച് ഞാൻ ആദ്യമേ കേട്ടിട്ടുണ്ട്. എവിടെ ചെന്നാൽ എനിക്ക് അയാളെ കാണാൻ പറ്റും? അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ആ കാര്യമാണ് എനിക്ക് ഓർമ്മയിലില്ലാത്തത്.
ആ? ഡോക്ടർ ആവിഷ്കാർ സെൻ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്റെ ഈശ്വര കീക്കോ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അത് തന്നെ ഞാനും നിങ്ങളോട് ചോദിക്കുന്നത്. എന്റെ ഈശ്വര, നീയല്ലേ എനിക്കപ്പോ കോൾ ചെയ്തത്, എന്നോട് സംസാരിച്ച് ഈ സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് നിനക്കും ഈ മറക്കുന്ന രോഗം പിടികൂടിയെന്നാ. ഞാനെപ്പോഴാ നിങ്ങളെ വിളിച്ചത്? അതെ, നീ വിളിച്ചില്ല. ഡോക്ടർ ആവിഷ്കാർ സേനെ ഞാനാണ് വിളിച്ചത്. സ്ലൈഡും സ്പീഡും കൊണ്ട് ഞാൻ പല അഭ്യാസങ്ങൾ കാണിക്കും. ഞാൻ പുതിയതായിട്ട് ഒരു ഷാഡോ ഗോസ്റ്റായി മാറിക്കഴിഞ്ഞു. എന്റെ ഈശ്വര, ഇത് ഞാൻ തയ്യാറാക്കിയ ആ സൂപ്പർ സ്നൂഡോ സൂട്ടാണ്. അത് ഏതൊരു സർഫസിന്റെ മേളിലും ഫ്രിക്ഷൻ ഓൾമോസ്റ്റ് സീറോ ആക്കിയിട്ട് ടോട്ടലി സ്മൂത്ത് ആക്കി അങ്ങ് മാറ്റും. പിന്നെ അത് അണിയുന്നവൻ സൂപ്പർ സ്പീഡിൽ എവിടുന്ന് വേണമെങ്കിലും സ്ലൈഡ് ചെയ്യാൻ പറ്റും. ആർക്കും അവനെ അത്ര പെട്ടെന്നൊന്നും പിടിക്കാൻ പറ്റില്ല. ശരിയല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ കിക്കോ? നീ ഇപ്പൊ ചെയ്യുന്ന കാര്യം വളരെ വലിയ തെറ്റാണ്. മര്യാദയ്ക്ക് എന്റെ R7 തിരിച്ചു തന്നേക്ക്. അതുപോലെ എല്ലാവരുടെ സാധനവും തിരിച്ചു കൊടുക്ക. എന്തായാലും നിന്റെ തമാശ കൊള്ളാം കേട്ടോ കിക്കോ. ഞാൻ നിനക്ക് തരുന്ന ലാസ്റ്റ് വാർണിംഗ് ആണ്. റോങ് എത്ര ശക്തനായാലും ശരി, അവന് റൈറ്റിനെ തോൽപ്പിക്കാനാവില്ല. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേൾക്ക്, അല്ലെങ്കിൽ ഞാൻ നിന്റെ പിടിച്ച് നിന്റെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും തിരിച്ചെടുക്കും. സാധനങ്ങൾ എടുക്കുന്നത് വിട്ടേക്കോ. ആദ്യം എന്റെ അടുത്ത് വന്ന് ഈ എന്നെ ഒന്ന് പിടിച്ച് കാണിക്കോ. ഇനി നീ എന്ത് ചെയ്യും കിക്കോ? നിന്റെ സൂപ്പർ സ്പീഡ് പോലും ഇപ്പോൾ എന്റെ കയ്യിലാണുള്ളത്. ഇനി എന്നെ ആർക്കും തന്നെ തടഞ്ഞു നിർത്തുവാനാവില്ല. സ്ലൈഡും സ്പീഡും കൊണ്ട് ഞാൻ അഭ്യാസങ്ങൾ ചെയ്യും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ഷാഡോ ഗോസ്റ്റായി മാറിയത്. ഡോക്ടർ ആവിഷ്കാർ സെൻ, ആ ഓയിൽ ക്യാനകത്ത് എന്താ ഉള്ളത്? അത് കൊള്ളാം. ഏത് ഓയിൽ ക്യാൻ? ആ ക്യാൻ തന്നെ. ആ ഗോസ്റ്റ് തട്ടിപ്പറിച്ചോണ്ട് ഓടിപ്പോയില്ലേ, അതല്ലേ നിങ്ങളുടെ സൂട്ട് അടിച്ചു മാറ്റിയത്. എന്റെ ഈശ്വര, ആ ഓയിൽ ക്യാനിൽ ഒരു സ്പെഷ്യൽ ഓയിൽ ഉണ്ടായിരുന്നു. അതാ സൂട്ടിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിലാ ഷാഡോ ഗോസ്റ്റിനെ ഇനി നമുക്ക് പിടിക്കാനാവില്ലെന്ന് തോന്നുന്നു. ഏയ് കീക്കോ, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ആ കള്ളൻ നമ്മുടെ ഡമ്മി ഓയിൽ ക്യാനാണ് എടുത്തുകൊണ്ട് പോയിരിക്കുന്നേ. ആ ഒറിജിനൽ ഓയിൽ അത് എന്റെ കൈവശമുണ്ട്. ഇത് എത്രയും പെട്ടെന്ന് നിന്റെ ഷൂയിൽ അപ്ലൈ ചെയ്തേക്ക്. പിന്നെ നീയും ആ ഷാഡോ ഗോസ്റ്റിനെ പോലെ സൂപ്പർ സ്പീഡില് സ്ലൈഡ് ചെയ്യാൻ പറ്റും. അടിപൊളി. ഞാൻ വിചാരിച്ചതിനേക്കാളും നീ വളരെ സ്പീഡാണെന്ന് ഇപ്പോൾ മനസ്സിലായി.
ഡോക്ടർ ആവിഷ്കാർ സേനയും നീയും നല്ലൊരു പ്ലാൻ തന്നെയാണ് ചെയ്തത്, എനിക്ക് തെറ്റായ ഓയിൽ ക്യാൻ തന്നിട്ട്. അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ നീ എന്റെ ഗുഡൌണിൽ എത്തിക്കഴിഞ്ഞു. അപ്പോ ഞാൻ തന്നെ നിങ്ങളെ ഇപ്പോൾ സ്വാഗതം ചെയ്തല്ലേ പറ്റൂ. ഓ, അപ്പൊ നീ ഇതുവരെ അടിച്ചു മാറ്റിയ എല്ലാ സാധനങ്ങളും ഇവിടെയാണോ പതുക്കി വെച്ചിരിക്കുന്നത്? അപ്പൊ നീ എന്റെ R7 ഇവിടെ തന്നെയാ വെച്ചിട്ടുണ്ടാവുക. അല്ല, ഈ R7 അതാണ് എന്റെ സ്പെഷ്യൽ പ്രൈസ്. അത് മാത്രം ഞാൻ എപ്പോഴും എന്റെ കയ്യിൽ തന്നെ വെച്ചേക്കും. ഇവന്റെ ആയുസ് ഇതോടെ അവസാനിച്ചെന്നാണ് തോന്നുന്നത്. ഇതിപ്പോ ഗെയിം ഓവർ ചെയ്യേണ്ട സമയമായിരിക്കുന്നു. സ്ലൈഡും സ്പീഡും വെച്ചുകൊണ്ട് ഞാൻ ഒരുപാട് അഭ്യാസങ്ങൾ കാണിക്കും. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഷാഡോ ഗോസ്റ്റായി മാറിയത്. വന്നിരിക്കുന്ന ഒരുത്തൻ എന്നെ പാഠം പഠിപ്പിക്കാനായിട്ട്. വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ മുതലയോട് ശത്രുത പാടില്ല. ആ വാക്കിന്റെ അർത്ഥം നിനക്കിപ്പോൾ മനസ്സിലായോ? സാരമില്ല, ഇതിൽ കൂടുതൽ നമ്മൾ തമ്മിൽ ഡ്രാമയില്ല. ബൈ ബൈ കിക്കോ. സ്ലൈഡും സ്പീഡും വെച്ചുകൊണ്ട് ഞാൻ പല അഭ്യാസങ്ങൾ കാണിക്കും. അതുകൊണ്ടാണ് ഞാൻ ഷാഡോ ഗോസ്റ്റായി മാറിയത്. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡ് കാർ. ഇപ്പൊ ഈ ഷാഡോ ഗോസ്റ്റിന് റൈറ്റിന്റെ പവർ എന്താന്ന് കാണിച്ചു കൊടുക്കണം. സൂപ്പർ സ്പീഡോ ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 49. ഓക്കെ ബ്രോ, ഇനിഷ്യേറ്റിംഗ് ഫോർമുല 49. ബഡി, ആ ഷാഡോ ഗോസ്റ്റിന്റെ മുഖംമൂടി കീറിക്കളഞ്ഞ് പോലീസിൽ ഏൽപ്പിക്കേണ്ട സമയമായി. നീ ട്രിക്ക് യൂസ് ചെയ്ത് വീണ്ടും സൂപ്പർ സ്പീഡോയെ കൈക്കലാക്കി. പക്ഷേ ഈ സൂപ്പർ സ്മൂത്ത് ഫ്രിക്ഷൻ ലേസർ പേസ്റ്റിൽ ഈ സൂപ്പർ സ്പീഡിൽ നിന്ന് ഷാഡോ ഗോസ്റ്റിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാനാവില്ല. കൂട്ടുകാരൻ സൂപ്പർ സ്പീഡോയും ചേർന്ന് നല്ലപോലെ ഫൈറ്റ് ചെയ്തു. പക്ഷെ ഒരുപാട് സമയം നിങ്ങൾ വേസ്റ്റ് ചെയ്തു. സാരമില്ല, പോട്ടെ. അതുകൊണ്ട് ഫൈനലി ഈ ചാപ്റ്റർ നമുക്ക് ക്ലോസ് ചെയ്തേക്കാം. ഇതാണ് മെഗാ ബ്ലോക്സ്. ഇത് നിന്നെ ചട്നിയാക്കുന്നതാണ്. Super Speedo, activate formula number 12 and 3 now. Okay, bro. വേഗം, അതിവേഗം R7 അകത്തേക്ക് തിരിച്ചു പോട്ടെ സൂപ്പർ സ്പീഡോ കാർ. ക്രിമിനൽസിനെ കൈയോട് പൊക്കി പിടിച്ച് ജയിലിലിടുന്ന ആളുണ്ടല്ലോ, അവനാണ് സൂപ്പർ ജീനിയസ് ഡിറ്റക്റ്റീവ് ജാറ്റ്പാൻ. സർ, അതൊക്കെ ഓക്കെ, പക്ഷെ ഒരു കാര്യം പറയൂ, നമ്മളിപ്പോ തെറ്റായ ഡയറക്ഷനിൽ വന്നേ പോലെ തോന്നുന്നില്ലേ? അയ്യോ,
ഈ മുഖമൂടിക്ക് പിറകിൽ മറഞ്ഞിരിക്കുന്ന ആ കള്ളനെ ഞാൻ ഇപ്പോൾ തന്നെ അൺമാസ്ക് ചെയ്തേക്കാം. ഈഷ്, ഇവൻ വളരെ അപകടം പിടിച്ച വളരെ മോശമായ ഒരു കള്ളനാണ്. ഒരുപാട് സാധനങ്ങൾ അടിച്ചു മാറ്റിയിട്ടുണ്ട്, ഒരുപാട് സാധനങ്ങൾ കൊള്ളയടിച്ചിട്ടുണ്ട്. എന്റെ ഈശ്വര, ഇവൻ ഒരു ദിവസം എന്റെ ലാബിലേക്ക് ഏതാണ്ട് ഒരു സൊല്യൂഷൻ വാങ്ങാൻ വേണ്ടി വന്നതാ. ഈ കാലത്ത് ആരെയും കണ്ണുമടച്ചെങ്കിൽ വിശ്വസിക്കാൻ പാടില്ല. നൈസായി സംസാരിച്ച് നല്ലവണ്ണം അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. അടിപൊളിയാണ് സാർ. എന്ത് നല്ല പോയിന്റ് ആയി പറഞ്ഞത്. നോട്ട് പാഡിൽ നോട്ട് ചെയ്തേക്കാം സാർ. എന്നുവെച്ചാൽ സാർ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്. ഒരു പ്രാവശ്യം ആ സൂപ്പർ സ്മൂത്ത് സൂട്ട് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അപ്പൊ സൺ സിറ്റിയുടെ പുതിയ ഹീറോ തീർച്ചയായും അത് ഞാനായിരിക്കും. അവന്മാര് ക്ലീൻ ബോൾഡ് ആയി പോയി. ഈഷ്, കുട്ടികളെ, നിങ്ങൾ എന്തിനാണ് എന്നെ അന്തരീ സ്ട്രീറ്റിന്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്? ഡോക്ടർ ആവിഷ്കാർ സിംഗിന്റെ സൂപ്പർ സ്മൂത്ത് സൂട്ട് വീണ്ടും കാണാതെ പോയിരിക്കുകയാണ്. തീർച്ചയായും ഷാഡോ ഗോസ്റ്റ് വീണ്ടും ഇവിടെ എത്തിക്കാണും. ഈ ഷാഡോ ഗോസ്റ്റോ മമ്മി. മേരങ്കിൾ, നിങ്ങൾ വലിയ ധൈര്യവാനല്ലേ? അതിലെ ഞങ്ങൾക്ക് കൂടി നിങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നത്. ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യാവുന്ന കാര്യമുണ്ടല്ലോ. പ്രൊട്ടക്ട്. നല്ല കാര്യമാണ് ചെയ്തത്. ഒരു കാര്യം അറിയോ, ഇതിനു മുമ്പ് ഞാൻ പല കള്ളന്മാരെ പിടിച്ച് പന്താടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവനൊന്നും എനിക്കൊരു കണക്കേ അല്ല. ഞാൻ തിരിച്ചെത്തി കഴിഞ്ഞു. അടുത്തേക്ക് വാ, നമുക്ക് വീണ്ടും ഒരു ഗെയിം കളിക്കാം. മമ്മി, രക്ഷിക്കണേ. നിങ്ങൾ മേരങ്കിളുടെ കാര്യത്തിൽ ഇങ്ങനെ കോമഡി ചെയ്യാൻ പാടില്ലായിരുന്നു. ലൈഫിൽ ഒരല്പം കുട്ടിക്കുറുമ്പുകളൊക്കെ തീർച്ചയായും ആവശ്യമാണ്. അതെ കീക്കോ, കൊച്ചു കൊച്ചു കുറുമ്പുകളും തമാശകളിലൊന്നും ഒരു തെറ്റുമില്ല. താങ്ക്സ് ബ്രോ, എന്റെ ഹീറോ നീ തന്നെയാണ്. വെറും ഹീറോ മാത്രമല്ല, ബെസ്റ്റ് ഫ്രണ്ടും ഞാൻ തന്നെയാ. സാധാരണ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ല, സൂപ്പർ ഡൂപ്പർ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഞാനൊരല്പം കഴിച്ചോട്ടെ.